രാമചന്ദ്രനും മകളും കൊച്ചുമക്കളും ഒക്കെ കൂടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മകളുടെ മുന്നിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ രാമചന്ദ്രനെ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ അവിടെയും പറയുന്നുണ്ട്, കൈമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ പറഞ്ഞതിന് ശേഷം നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചുപോയി നിന്റെ മോദിയോട് പറയൂ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സ്ത്രീകളെ വെറുതെ വിടുകയും അവരോട് മോദിയോട് പോയി പറയാൻ പറയുകയും ചെയ്തതിന്റെ മറുപടി പക്ഷേ മോദി അല്ല കൊടുത്തത് എന്നതാണ് ഈ അറ്റാക്കിലെ എനിക്ക് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നിയത്. അത് സ്ത്രീകൾ തന്നെ വന്നിരുന്ന് വിശദീകരിക്കുകയാണ്. ഇതിനപ്പുറം ഒരു നാണക്കേട് പാകിസ്ഥാന് വരാനുണ്ടോ? സ്ത്രീകളെ വെറുതെ വിടുന്നു, സ്ത്രീകളെ ഒന്നും ഞങ്ങൾ കൊല്ലുന്നില്ല, സ്ത്രീകൾ ഞങ്ങൾക്ക് ഒരു ഇരയല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളും കൂടി ചേർന്നാണ്. പാകിസ്ഥാൻ സ്വപ്നം കാണാൻ കഴിയുമോ? പാകിസ്ഥാൻ ഒരു മിലിറ്ററി മേധാവിയായി അല്ലെങ്കിൽ മിലിറ്ററിയിൽ ഒരു ഈവൻ ഒരു കേരളായെങ്കിലും ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? അപ്പോൾ മാത്രമല്ല തെരഞ്ഞെടുത്ത രണ്ട് സ്ത്രീകളെയും ശ്രദ്ധിക്കണം, ഒരാൾ മുസ്ലിമും ഒരാൾ ഹിന്ദുവുമാണ്. ആ രീതിയിലാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൃത്യമായ പ്ലാനിംഗ്, ആ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ. അപ്പോൾ രണ്ട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട രണ്ട് സ്ത്രീകളെ, അത് ഒന്ന് എയർഫോഴ്സും ഒന്ന് ആർമിയുമാണ്, അങ്ങനെ രണ്ടുപേരെ കൃത്യമായി ഡെപ്യൂട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ വന്ന് സെക്രട്ടറി തന്നെ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയുടെ ബ്രീഫിംഗ് നമ്മൾ ആഫ്റ്റർനൂണിലാണ് കാണുന്നത്. ഇവരുടെ ബ്രീഫിംഗിന് ശേഷമാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ വൈകുന്നേരത്തോടു കൂടി മാത്രമാണ്, മണിക്കൂറുകൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ പ്രതിരോധ മന്ത്രി പറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇത് പാകിസ്ഥാനുള്ള ഒരു മറുപടി തന്നെയാണ്. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ നാണം കെടുത്തുകയാണ് ചെയ്തത്. സ്ത്രീകളെ വെറുതെ വിട്ടിട്ട് അവരോട് പറയുന്നു, അതേ സ്ത്രീകൾ തന്നെ ആ സ്ത്രീകളുടെ പ്രതിനിധികളായിട്ടാണ് ഇന്ന് രണ്ട് ഓഫീസർമാരും അവിടെ വന്നിരുന്ന സംസാരിച്ചത്. ഇതിൽ ഒരു നാണക്കേട് പാകിസ്ഥാനിന് കിട്ടാനില്ല എന്നുള്ളതാണ്. ഇനി ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക്, ബുദ്ധിശൂന്യമായ ആക്രമണങ്ങൾക്ക്, മണ്ടത്തരങ്ങൾക്ക് പാകിസ്ഥാൻ ഇനി പഹൽഗാമിലേക്കല്ല ഇന്ത്യയുടെ ഒരു ഭാഗത്തേക്കും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് വരില്ല. പിന്നെ ആദ്യത്തെ ടാർഗറ്റിൽ നമ്മൾ അടിക്കുന്നത് 1-4 1-4 ആദ്യം അബ്ബാസ് ടെററിസ്റ്റ് ക്യാമ്പ്, കോട്ടിയിലെ അബ്ബാസ് ടെററിസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്ന ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് പാക് ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീരിൽ 13 കിലോമീറ്റർ അപ്പുറത്തുള്ളതാണ്. അത് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു നാഡീ നരമ്പാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു നർവ് സെന്ററാണ്. അതായത് അവിടെയാണ് ഏറ്റവും കൂടുതൽ, അതായത് ബോംബേഴ്സ്, സൂയിസൈഡ് ബോംബേഴ്സ് ഏറ്റവും കൂടുതൽ പരിശീലിപ്പിക്കപ്പെടുന്ന സ്ഥലത്താണ് ആദ്യത്തെ അറ്റാക്ക് നമ്മൾ നടത്തിയത്. അവിടെ 50 തീവ്രവാദികൾക്ക് ഒരേ സമയം ചാവേറുകളാകാനായിട്ടുള്ള പരിശീലനം നൽകുന്നതാണ്. അവരെയാണ് നുഴഞ്ഞ കയറി ഇന്ത്യയുടെ അതിർത്തികളാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. ആ ചാവേറുകളെ പരിശീലിപ്പിക്കുന്ന 50 ചാവേറുകൾ ഭീകരങ്ങൾ ഈ അടവച്ച് കോഴിയെ വിരിക്കില്ലേ, അതുപോലെ ഈ അടവച്ച് വിരിക്കുകയാണ് അവിടെ തീവ്രവാദികളെ. എന്നിട്ട് അവർ നുഴഞ്ഞു കയറി ഇപ്പുറത്തേക്ക് വരികയാണ്. ആ രീതിയിലുള്ള ആദ്യത്തെ കേന്ദ്രത്തിലേക്ക് 1-4 പോകുന്നു. രണ്ടാമത്തേത് 1-8 രണ്ടാമത്തെ ടാർഗറ്റ് ഗുൽപൂർ ടെററിസ്റ്റ് ക്യാമ്പ്, കോട്ടിയിലെ തന്നെ ഗുൽപൂർ ടെററിസ്റ്റ് ക്യാമ്പ് 30 കിലോമീറ്റർ അപ്പുറത്താണ് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് പാക് ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീരിൽ. അത് കൺട്രോൾ സെന്റർ ആൻഡ് ബേസ് ഓഫ് ലഷ്കർ ഇ തൊയ്ബ. ഞാൻ ഇന്ത്യൻ ആർമിയാണ് കോട്ട് ചെയ്യുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെ കൺട്രോൾ സെന്റർ ആൻഡ് ബേസ് ആണ്. അവിടെ അത് ഉപയോഗിച്ചിരുന്നത് ജമ്മു കാശ്മീരിൽ നമ്മുടെ കാശ്മീരിൽ നമ്മൾ ഭീകരതയെ അല്ലെങ്കിൽ ഭീകരതയ്ക്കായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന യുവാക്കളെയൊക്കെ ടൂറിസത്തിലേക്കും മറ്റ് ഉപജീവന മാർഗങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുവന്ന് അവരെല്ലാം മറ്റൊരു ജീവിതത്തിലേക്ക്, സമാധാനത്തോടെയുള്ള ജീവിതത്തിലേക്കൊക്കെ അങ്ങനെ വഴിതെറ്റി പോകാമായിരുന്ന യുവാക്കൾ പോലും തിരിച്ചു വരുമ്പോൾ അതേ രീതിയിൽ അപ്പുറത്ത് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഇന്ത്യൻ സൈഡിൽ നിന്നും ആളുകളെ അവിടേക്ക് വിദ്യാഭ്യാസം നൽകാം, അതുപോലെ ജോലി നൽകാം. ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഒരാളുടെ ബന്ധു നൽകിയ സൗണ്ട് ബൈറ്റാണ്. അവൻ പഠിക്കാൻ പോയതാണ് പാകിസ്ഥാനിലേക്ക്, അല്ലെങ്കിൽ പാക് ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീരിലേക്ക് പഠിക്കാൻ എന്ന പേരിലാണ് പോയത്. 2 വർഷം മുമ്പ് പോയതാണ്. തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു കോൺടാക്ട് ഉണ്ട്. ആ വീട് ഇടിച്ചു തകർത്ത ആ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ആളുടെ ബന്ധു പറഞ്ഞ വാചകമാണ്. അപ്പോൾ അവിടെ ഈ പരിശീലനം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആ കേന്ദ്രവും തകർത്തു. ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒരാളെ പോലും ഇനി കൊണ്ടുപോകുന്നതിന് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സെന്റർ ഇനി ഇല്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് മെഹ്മൂന ജോയ ടൂറിസ്റ്റ് ക്യാമ്പാണ് സിയാൽകോട്ട് എന്ന് പറയുന്നത്. അത് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം അകലെ നിൽക്കുന്നതാണ്. അത് ഹിസ്ബുൾ മുജാഹിദീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് സെന്ററാണ് ഈ മെഹ്മൂന ജോയ ടെററിസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ ക്യാമ്പ് ഞാൻ ഈ 3 എടുത്ത് പറയാൻ കാരണം ഇത് 3 യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരരെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്നത്. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, അല്ലെങ്കിൽ ഈ ലഷ്കറിന്റെയും ഹിസ്ബുൾ മുജാഹിദീന്റെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ വലിയ നേതാക്കൾ, ബിഗ് ബോസസ് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അവരുടെ സറൗണ്ടിംഗ് ആയിട്ടുള്ള, അവരുടെ കൂട്ടാളികളായിട്ടുള്ള, വലങ്കൈകളായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, ഫാമിലിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇത് 3 എന്ന് പറയുന്നത് ട്രെയിനിങ് സെന്റേഴ്സ് ആണ്. ഈ 3 സംഘടനകളുടെയും ട്രെയിനിങ് സെന്റേഴ്സ് ആണ്. ഈ 3 സെന്ററുകളും തകർത്തിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ ഈ സർവൈലൻസ് സംവിധാനമാണ്. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ പേടിക്കുന്നത് ഇന്ത്യ എവിടെയാണ് ആക്രമിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സിഗ്നലിംഗ് സംവിധാനം പാകിസ്ഥാനില്ല. അതാണ് അവരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യ അടിച്ച് അവർ മുഴുവൻ യഥാർത്ഥത്തിൽ ഇന്ത്യ അങ്ങോട്ടേക്ക് അടിക്കാൻ വരുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പോലുള്ള ഒരു സംവിധാനം അവർക്ക് കയ്യിലില്ല എന്നുള്ളതാണ്. അവരുടെ റഡാർ സിഗ്നലിംഗ് സിസ്റ്റം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്നത് റഡാറുകളിൽ പെടുന്നതല്ല നമ്മൾ അയച്ച മിസൈൽ സംവിധാനം എന്ന് പറയുന്നത്. പക്ഷേ റഡാറുകൾ അല്ലെങ്കിൽ ഒരു സിഗ്നലിംഗ് സംവിധാനം എന്നുള്ളത് പാകിസ്ഥാന്റെ പദ്ധതിക്കാണ്. അവർക്ക് ഇന്ത്യയോട് ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താണ് അവരുടെ കയ്യിലുള്ള ആയുധശേഷി അല്ലെങ്കിൽ ഒരു സിഗ്നലിംഗ് സംവിധാനം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി വേണം ഈ സാഹചര്യത്തെ അനലൈസ് ചെയ്യാൻ എന്നുള്ളതാണ്.